അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം അബ്രാഹത്തെ വിളിച്ചു. നീ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ പൂഴി പോലെയും വർദ്ധിക്കും. നിന്റെ സന്തതി കഠിനവേദനകളിലൂടെ കടന്നു പോകും. ദൈവം അവനെ അറിയിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവന് ദൈവം ഒരു പുത്രനെ നൽകി അനുഗ്രഹിച്ചു. അബ്രാഹത്തെ പരീക്ഷിച്ചുകൊണ്ട് തൻ്റെ ഏകമകനെ ദഹനബലിയായി അർപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. അതിരാവിലെ മകനെയും കൊണ്ട് അവൻ ബലിയർപ്പണത്തിനെത്തി. ബലിക്കുള്ള കുഞ്ഞാടെവിടെ? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അബ്രഹാം വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസം അവന് നീതീകരണമായി. അവൻ്റെ പുത്രനെ അവന് തിരികെ ലഭിച്ചു. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം ഗത്സെമനിൽ പാപമേൽക്കാത്ത കുഞ്ഞാടായ തൻ്റെ പ്രിയപുത്രൻ്റെ രക്തം വിയർത്തുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമായി ഉത്തരം നൽകി. എന്തെന്നാൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവമേ, നിത്യപിതാവേ, പുതിയ ഉടമ്പടിയായ ക്രിസ്തുവിലൂടെ അബ്രാഹത്തിന് അങ്ങ് വാഗ്ദാനം ചെയ്ത ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ മണൽത്തരികളും ഞങ്ങൾ ഓരോരുത്തരുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. വിശ്വസ്തതയുള്ള മക്കളായി അങ്ങയിൽ പ്രത്യാശ വെച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.